ഇന്നത്തെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആംബിയർ സർക്യൂട്ടൽ തിയറം. ആ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് ചില ജോമെട്രിക്കൽ സിസ്റ്റംസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു സോളിഡ് സിലിണ്ടർ കണ്ടുപിടിച്ചു, ഒരു ഹോളോ സിലിണ്ടർ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. അതിൻ്റെ വാരിയേഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് ചെക്ക് ചെയ്തു. പിന്നെ ആദ്യം ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടത് ഒരു ലോങ് സ്ട്രൈറ്റ് വയർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ആൻഡ് എ ടോറോയിഡ്. അപ്പോൾ സോളിനോയിഡിനും ടോറോയിഡിനും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് കാണാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണ് സോളിനോയിഡ്, എന്താണ് ടോറോയിഡ് എന്നുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞതിന് ശേഷം, ജസ്റ്റ് അതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോളിനോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്പ്രിങ് പോലെ വൈൻഡ് ചെയ്തെടുത്ത ഒരു കണ്ടക്റ്റിംഗ് കോയിലിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ നമ്മൾ വൈൻഡ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ് സോളിനോയിഡ്. അപ്പോൾ ഇതിലേക്ക് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഈ എൻഡ് വഴിയോ അല്ലെങ്കിൽ ഇപ്പുറത്തെ എൻഡ് വഴിയോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ സോളിനോയിഡിൻ്റെ ഏതൊക്കെ റീജിയനുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്, ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഈ രണ്ട് എൻഡുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇത് നമുക്ക് കാണണം. ഇതേപോലെ തന്നെ ഈ ഒരു സോളിനോയിഡിനെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ മക്കളെ. ഈ സോളിനോയിഡിനെ ഞാൻ രണ്ട് എൻഡുകളും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് ഇമാജിനേഷനിൽ കാണുന്നത് നന്നായിരിക്കും. ഇതിനെ ഞാൻ ഒരു സോളിനോയിഡിൻ്റെ രണ്ട് എൻഡുകളും ഞാൻ എന്ത് ചെയ്യുന്നു, പരസ്പരം കണക്ട് ചെയ്യുന്നു. കുറച്ചും കൂടെ നമുക്കൊന്ന് നീറ്റായിട്ട് വരയ്ക്കാം. നമ്മൾ നേരെ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ സോളിനോയിഡിൻ്റെ രണ്ട് എൻഡുകൾ പരസ്പരം കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഈ ഒരു ഷേപ്പിലല്ലേ കിട്ടുന്നത്. അതായത് എ സോളിനോയിഡ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് റെസ്പെക്ട് ടു ടു എൻഡ്സ്, രണ്ട് എൻഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് രണ്ട് എക്സ്ട്രീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ടോറോയിഡ് എന്നാണ്. ദിസ് ഇസ് സോളിനോയിഡ് ആൻഡ് ദിസ് ഇസ് ടോറോയിഡ്. അപ്പോൾ ഈ സോളിനോയിഡിലാണെങ്കിലും ടോറോയിഡിലാണെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതെന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുള്ളൂ. സപ്പോസ് നമുക്ക് സോളിനോയിഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ പറ്റി പറഞ്ഞതിന് ശേഷം മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ വരുന്നത് വിചാരിക്കുക. ഐ എന്ന് പറയുന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് ഇതിലേ പോയി ഇതുവഴി പുറത്ത് വരും. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, കറണ്ട് ഒരു സൈഡിലൂടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഏത് സൈഡിലൂടെയാണോ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ആ സൈഡ് സൗത്ത് പോളായിട്ടും, കറണ്ട് പുറത്തേക്ക് വരുന്നത് ഏത് സൈഡിലൂടെയാണോ ആ സൈഡ് നോർത്ത് പോളായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ്. സോ ദ ലെഫ്റ്റ് സൈഡ് വിൽ ബി ആക്ടിങ് ലൈക്ക് എ സൗത്ത് പോൾ ആൻഡ് ദ നോർത്ത് പോൾ വിൽ ബി ക്രിയേറ്റഡ് ഓൺ ദിസ് എൻഡ്. ഇവിടെ അത് രണ്ടില്ല. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ദി സോളിനോയിഡ് ഈ എൻഡ് സൗത്ത് പോളായിട്ടും ഈ എൻഡ് നോർത്ത് പോളായിട്ടും നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടുത്ത കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സോളിനോയിഡിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ സോളിനോയിഡിൻ്റെ ഓരോ എൻഡും ഒരു മാഗ്നറ്റിക് പൊളാരിറ്റി ഉള്ളതായിരിക്കും. ഈ എൻഡിന് സൗത്ത് പോളും അപ്പുറത്തെ എൻഡിന് നോർത്ത് പോളും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ടോറോയിഡൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഐ എന്ന് പറയുന്നൊരു കറണ്ട് ഫ്ലോ ഇതിനകത്തുണ്ട്. അതല്ലാതെ നമുക്കൊരിക്കലും കറണ്ട് എവിടെ കൂടെ എൻ്റർ ചെയ്യുന്നു, ഏത് സൈഡ് വഴി പുറത്തു വരുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഈ സോളിനോയിഡ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ കാരണം സോളിനോയിഡ് ക്യാൻ ആക്ട് ലൈക്ക് എ മാഗ്നറ്റ്. അത് നമുക്കറിയാലോ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏത് കണ്ടക്ടർ ആണെങ്കിലും ഇറ്റ് വിൽ ഹാവ് എ മാഗ്നറ്റിക് ബിഹേവിയർ ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ നോർത്ത് പോൾ ആസ് വെൽ ആസ് എ സൗത്ത് പോൾ. പക്ഷേ ഈ ടോറോയിഡ് എന്ന് പറയുന്ന ഈ സിസ്റ്റം, ഈവൻ ദോ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊളാരിറ്റി ഓഫ് ദ ടോറോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
അതായത് നമ്മളവിടെ പറയുന്നത് പൊതുവേ നമ്മൾ ജനറലായിട്ട് പറയുന്ന സമയത്ത് എവറി മാഗ്നറ്റിക് സിസ്റ്റം വിൽ ബി ഹാവിങ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ എന്ന് പറയാറുണ്ട്. പക്ഷേ അതിലൊരു ചെറിയ എക്സെപ്ഷൻ വരുന്നത് ഇവിടെയാണ്. എല്ലാ മാഗ്നറ്റിക് സിസ്റ്റത്തിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. നമുക്കൊരിക്കലും ഒരു സ്ഥലത്ത് നോർത്ത് പോൾ മാത്രമായിട്ടോ സൗത്ത് പോൾ മാത്രമായിട്ടോ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് മാഗ്നറ്റിക് മോണോപോൾസ് നെവർ എക്സിസ്റ്റ്. ദാറ്റ് യു വിൽ ബി സ്റ്റഡിങ് ഇൻ ഡീറ്റെയിൽ ഓൺ ദ നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇവിടെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു മാഗ്നറ്റിനെ കട്ട് ചെയ്താൽ അത് നോർത്ത് പോളായിട്ടും സൗത്ത് പോളായിട്ടും സെപ്പറേറ്റ് ആവുകയല്ല ചെയ്യുന്നത്. ഇറ്റ് വിൽ ബിക്കം എ ന്യൂ മാഗ്നറ്റ്. അപ്പോൾ എല്ലായിടത്തും നോർത്തും ഉണ്ട് സൗത്തും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ടോറോയിഡൽ മാഗ്നറ്റ് ആണെങ്കിലും ഈ ടോറോയിഡൽ മാഗ്നറ്റിന് നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടെയാണ് നോർത്ത് എവിടെയാണ് സൗത്ത് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജനറലൈസ് ചെയ്യും, ഒരു ടോറോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആ ടോറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ മാഗ്നറ്റിക് പൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. മാഗ്നറ്റ് ആണെങ്കിലും അതിൻ്റെ പൊളാരിറ്റി ഏതാണ് സൗത്ത് ഏതാണ് നോർത്ത് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എവറി മാഗ്നറ്റിക് അറേഞ്ച്മെൻറ്റ് വിൽ ബി ഹാവിങ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ എന്ന് പറയുന്നതിലുള്ള ഒരു എക്സെപ്ഷനാണ് ഈ പറയുന്ന ടോറോയിഡ്. യു കനോട്ട് ഡിറ്റർമിൻ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഓഫ് എ ടോറോയിഡ്. ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഈ ടോറോയിഡിനകത്ത് എന്തായാലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതിലൊരു സംശയവുമില്ല. ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും ഉണ്ട് ഇതിൻ്റെ ഇൻസൈഡിൽ. ഇവിടെയാണെങ്കിലും ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് നോർത്ത് പോളാണ് സൗത്ത് പോളാണ്, അപ്പോൾ ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾക്കത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഹിയർ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ. നമുക്കിനി ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. അപ്പോൾ അതിലാദ്യത്തെ നമുക്ക് നല്ലതൊരു സോളിനോയിഡ് കുറേ കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടോറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം മക്കളെ. സോളിനോയിഡിൻ്റെ ഒരു 3-4 ഡിഫറെൻറ്റ് കേസുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടോറോയിഡ് ആകുമ്പോൾ ഒറ്റ കേസേ ഉള്ളൂ, അത് പറഞ്ഞിട്ട് പോകാം നമുക്ക്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോറോയിഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടോറോയിഡൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ. ഇങ്ങനെ ഞാനൊരു സ്പ്രിങ് പോലെയുള്ളതിനെ 2 എൻഡും കണക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എൻഡിങ് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്നു. ആ അറേഞ്ച്മെൻറ്റിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ അറിയില്ല നമുക്ക്. ഇതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യം ഇതിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഐ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നാച്ചുറലി ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ ഈ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മളുടെ കയ്യിലുള്ളത് ആര് മാത്രമാണ്? ആംബിയർ സർക്യൂട്ടൽ തിയറം മാത്രമാണ്. സോ അക്കോർഡിംഗ് ടു ദ ആംബിയർ സർക്യൂട്ടൽ തിയറം യു നോ ഇൻ്റഗ്രൽ B dot dl is equal to mu 0 times the total current enclosed by the system. Enclosed. ഇവിടെ ഇപ്പോൾ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്നും എഴുതാം, ഇൻറ്റു n എന്നും വേണമെങ്കിൽ എഴുതാം. ഇവിടെ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോറോയിഡിൻ്റെ ലെങ്ത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ വയറിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ല, ലെങ്ത് ഓഫ് ദ ടോറോയിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സെൻറ്റർ എന്ന് വിചാരിച്ചു. ഇതാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ടോറോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ടോറോയിഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2πr എന്ന് എഴുതാം. ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടോറോയിഡ് ആൻഡ് നോട്ട് ദ ലെങ്ത് ഓഫ് ദ വയർ വിത്ത് വിച്ച് യു ആർ ക്രിയേറ്റിംഗ് ദ ടോറോയിഡ്. ഇതിൻ്റെ മൊത്തം ലെങ്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് മാത്രമാണ്, ടോറോയിഡിൻ്റെ ലെങ്ത് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പുറത്തെ റീജിയൻ ഞാൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇതിന് പുറത്തും, അതായത് ഇപ്പുറത്തെ റീജിയനും ഈ റീജിയനും ഇപ്പുറത്തെ റീജിയനും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടിടത്തും എന്തില്ല, നമുക്ക് കറണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രസൻസ് ഇല്ല. കറണ്ട് എവിടെ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ, ഈ ഇൻസൈഡ് റീജിയനിലും അല്ലെങ്കിൽ ഈ വയറിലൂടെ മാത്രമേ എന്ത് ഫ്ലോ ചെയ്യുന്നുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ടോറോയിഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്പേസിലോ കറണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട്, പറയുന്നത് ശ്രദ്ധിച്ചോളൂ, ഇൻ ബിറ്റ്വീൻ സ്പേസിലോ ഔട്ട്സൈഡ് സ്പേസിലോ കറണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ ആസ് വെൽ ആസ് ഇൻ ദിസ് റീജിയൻ വിൽ ബി 0. കറണ്ട് എൻക്ലോസ്ഡ് 0 ആണ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എവിടെ മാത്രമാണ്, ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടോറോയിഡിൻ്റെ അതായത് ആ സ്പ്രിങ്സ് അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ എന്തുണ്ടാവാനുള്ള സാധ്യതയുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ ബി ഡോട്ട് ഡി എല്ലിന് പകരം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ അവിടെ ബി ഡി എൽ കോസ് തീറ്റ, മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത് എലമെൻറ്റും പാരലൽ ആയതുകൊണ്ട് നമ്മൾ ബി ഡി എല്ലിന് എടുത്താൽ മതി. അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒരു തവണ കൂടെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അത്. അപ്പോൾ മക്കളെ, നമ്മളിവിടെ
മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഈ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആംബിയർ സർക്യൂട്ടൽ തിയറത്തിലേക്ക് വരുമ്പോൾ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ്. സോ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ബി ഡി എൽ കോസ് സീറോ ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഐ. അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് n ആയിട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആണ്. കാരണം മാഗ്നറ്റിക് ഫീൽഡും ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെങ്ത് എലമെൻറ്റും പാരലൽ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് എൻ ഐ എന്ന് നമുക്ക് കിട്ടും. മ്യൂ സീറോ ടൈംസ് എൻ ഐ. സോ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മൊത്തം ലെങ്ത് ആണ്. മൊത്തം ലെങ്ത് ഉദ്ദേശിക്കുന്നത് ടോറോയിഡിൻ്റെ ലെങ്ത് ആണ്, അല്ലാതെ വയറിൻ്റെ ലെങ്ത് അല്ല. സോ ബി ഇൻറ്റു 2πr equal to b into 2πr. Integral dl means the length of the Amberian loop അല്ലെങ്കിൽ length of the toroid. ഇവിടെ നമ്മൾ ആംബീരിയൻ ലൂപ്പ് എടുക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ടോറോയിഡിൻ്റെ മൊത്തം ലെങ്ത് ആണ്. ടോറോയിഡിൻ്റെ മൊത്തം ലെങ്ത് എത്രയാണ് മക്കളെ വരുന്നത്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു 2πr. അതിനെ സർക്കിളാണ് എന്നുള്ളൊരു അസംഷനിൽ. അപ്പോൾ മ്യൂ സീറോ ഇൻറ്റു എൻ ഇൻറ്റു ഐ എന്ന് വരും. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ടോറോയിഡ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ എന്ന് വരും. ഇവിടെ മക്കളെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2πr എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്, ടോറോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ വി ക്യാൻ ഡിഫൈൻ എ ന്യൂ ക്വാണ്ടിറ്റി ആസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ സോറി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് ലെങ്ത് ഓഫ് ദ ടോറോയിഡ് 2πr ആണ്. സോ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എന്ന് വരും. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണ്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് 2πr ആണ്. സോ അവർ ഇക്വേഷൻ സിംപ്ലിഫൈസ് ആസ് b is equal to മ്യൂ സീറോ n ഡിവൈഡഡ് ബൈ 2πr പകരം സ്മോൾ ലെറ്റർ n കൊടുത്താൽ മതി. മ്യൂ സീറോ ഇൻറ്റു എൻ ഐ എന്ന് കിട്ടും. ദിസ് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ടോറോയിഡ്. ഇതാണ് ടോറോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോറോയിഡ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണെങ്കിലും നോർത്ത് പോളോ സൗത്ത് പോളോ ഇല്ലാത്ത, അല്ലെങ്കിൽ കുറേ കൂടെ ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതിൻ്റെ ഇൻസൈഡ് റീജിയനിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് റീജിയനിലോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. ആകെക്കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എവിടെയാണ്? ഈ വയറുകൾക്കുള്ളിലാണ്, അല്ലെങ്കിൽ ആ വൈൻഡിങ്സിൻ്റെ ഉള്ളിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ഇൻസൈഡ് ദ വൈൻഡിങ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി എ കോൺസ്റ്റന്റ്. മ്യൂ സീറോ കോൺസ്റ്റന്റ് ആണ്, എൻ കോൺസ്റ്റന്റ് ആണ്, കറണ്ട് ഇസ് കോൺസ്റ്റന്റ്. സോ ഇതിനകത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. ഓക്കെ മക്കളെ, നമുക്കപ്പോൾ അടുത്ത് ഒരു ടോറോയിഡിന് ശേഷം സോളിനോയിഡ് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ സോളിനോയിഡിലൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് എൻഡ്, സോളിനോയിഡിൻ്റെ രണ്ട് എൻഡിലും ഒരു മാഗ്നറ്റിക് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിവിടെ അത് സൗത്ത് പോളായിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ അത് നോർത്ത് പോളായിരിക്കും. ഈ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സോളിനോയിഡ് വരുന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഔട്ട്സൈഡ് റീജിയനിൽ, ആദ്യം നമുക്ക് ഔട്ട്സൈഡ് റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് നോക്കാം. ഇതൊരു ഐഡിയൽ സോളിനോയിഡ് ആണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ സോളിനോയിഡ് അത് രണ്ട് കേസുകളുണ്ട്, ഐഡിയൽ സോളിനോയിഡും നോർമലായിട്ടുള്ള സോളിനോയിഡും. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ഐഡിയൽ സോളിനോയിഡിൻ്റെയാണ്. ഐഡിയൽ സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ അതിൽ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ഉണ്ട്. സോ വി ഹാവ് ടു ഡിറ്റർമിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആൻ ഔട്ട്സൈഡ് പോയിന്റ്. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിങ്ങനെയല്ല ഇരിക്കുന്നത്, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്തോളൂ. ഇങ്ങനെയാണ് സോളിനോയിഡ് ഇരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സോളിനോയിഡിനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഇതുപോലെ രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം അങ്ങനെ രണ്ട് പീസായിട്ട് ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ട് ചെയ്ത ക്രോസ് സെക്ഷനെ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു സിലിണ്ടറിനെ നിങ്ങൾ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു വയറിനെ, ഇത് ഏതാണ്ട് സിലിണ്ടറിക്കലായിട്ട് തന്നെയാണല്ലോ, സ്പ്രിങ് ആണ്, സിലിണ്ടറിക്കലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ആ ക്രോസ് സെക്ഷൻ നമുക്ക് കാണുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു സിലിണ്ടർ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ സോളിനോയിഡിനെയും എലോങ് ദ ആക്സിസ് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. അതിലൂടെ കറണ്ടൊക്കെ ഫ്ലോ ചെയ്യണ്ടേ. ഇത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇമാജിൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിരുന്ന ഈ രീതിയിലാണ് സോളിനോയിഡ് ഇരുന്നിരുന്നത്. നമ്മളതിനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ആ കട്ടിങ് എഡ്ജ് ഏതാണ്ട് ഇതുപോലെയല്ല ഇരിക്കുന്നത്. ഈ രീതിയിലായിരിക്കും ആ കട്ടിങ് എഡ്ജ് ഇരിക്കുക. അതായത് ആ ഹാഫ് സിലിണ്ടർ ഇരിക്കുന്നത് ഈ ഒരു ക്രോസ് സെക്ഷനിലായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ ആ ക്രോസ് സെക്ഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ എൻഡിൽ കൂടെ ഒരെൻഡിൽ കൂടെ കറണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടും അപ്പുറത്തെ എൻഡിൽ കൂടെ കറണ്ട് ഉള്ളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇരിക്കും. ഇവിടെ കൂടെ ഈ രീതിയിലായിരിക്കും. ഇത് NCERT ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ആ NCERT ഡയഗ്രം കണ്ടാൽ ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ പലർക്കും ഒരു സംശയം തോന്നും. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യുന്ന വിധം പറഞ്ഞത്. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആ സിലിണ്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കുന്ന സോളിനോയിഡിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കുന്ന സോളിനോയിഡിനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കും? ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുക. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കുന്നു. അപ്പോൾ ആ ക്രോസ് സെക്ഷനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആ ക്രോസ് സെക്ഷനെ നോക്കുമ്പോൾ ഒരെൻഡിൽ കൂടെ കറണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടും അടുത്ത എൻഡിൽ കൂടെ കറണ്ട് ഉള്ളിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ആ സോളിനോയിഡ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോളിനോയിഡ് കൊണ്ട് ഇത് സോളിനോയിഡിൻ്റെ ഇൻസൈഡ് റീജിയനാണ്, ഇത് സോളിനോയിഡിൻ്റെ ഔട്ട്സൈഡ് റീജിയനാണ്, പുറത്തും ഉള്ളിലും. നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു? സോളിനോയിഡ് ആണെങ്കിൽ നമുക്ക് ആംബിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യണം. ആംബിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കൺസിഡർ അല്ലെങ്കിൽ വി ഹാവ് ടു ഇമാജിൻ ആൻ ആംബീരിയൻ ലൂപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതാണ്? ഇവിടെ ഇങ്ങനൊരു ആംബീരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്തു. ഇങ്ങനൊരു ആംബീരിയൻ ലൂപ്പ്. അപ്പോൾ ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്പ്രിങ്ങിൽ കൂടെ. നമ്മളതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ABCD എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഇമാജിൻ ചെയ്യുന്നു. ഇതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാലോ മക്കളെ. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ABCD എന്ന് പറയുന്ന ഒരു ആംബീരിയൻ ലൂപ്പ് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. ABCD എന്ന് പറയുന്ന ആംബീരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്ത് ആ ABCDയിലേക്ക് അതിൽ ഓരോ സെഗ്മെൻറ്റിലേക്കും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആംബിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്താൽ എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ B.dl ഓവർ ദ ക്ലോസ്ഡ് പാത്ത് ABCD എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ AB B.dl പ്ലസ് ഇൻ്റഗ്രൽ ഓവർ AB കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഗ്മെൻ്റ് ആരാണ്? ഇൻ്റഗ്രൽ ഓവർ CD B.dl പ്ലസ് ഇൻ്റഗ്രൽ ഓവർ AB ഇനി മിസ്സായിപ്പോയത് ഇൻ്റഗ്രൽ ഓവർ BC അല്ലേ മക്കളെ? B.dl പ്ലസ് ഇൻ്റഗ്രൽ ഓവർ DA B.dl എന്ന് വരും. കിട്ടി നമുക്ക്. അപ്പോൾ ഈ ഓരോ സെഗ്മെൻറ്റിലും വരുന്ന അല്ലെങ്കിൽ ഓരോ സൈഡിലും വരുന്ന ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ ആരൊക്കെ എക്സിസ്റ്റ് ചെയ്യും, ആരൊക്കെ ക്യാൻസലായി പോവും എന്നുള്ളതൊന്ന് നോക്കിക്കോളൂ. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ B.dl ഓവർ AB എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻ്റാണ്, ഫസ്റ്റ് സെഗ്മെൻ്റാണ് AB. അപ്പോൾ ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ B.dl ഓവർ ABCD ഈസ് ഈക്വൽ ടു ഓരോന്നായിട്ട് നോക്കാം. AB ഒന്ന് എടുത്ത് നോക്കി. B.dl മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത് എലമെൻറ്റും പാരലൽ അല്ലേ മക്കളെ? ഇതാണ് നമ്മൾ വിചാരിക്കുന്ന സെഗ്മെൻറ്റ്. B.dl B ആൻഡ് DL എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത് എലമെൻറ്റ് AB മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തിനെ സ്മോൾ ലെറ്റർ L ആയിട്ടും ഇതിൻ്റെ ബ്രെഡ്ത്തിനെ സ്മോൾ ലെറ്റർ B ആയിട്ടും വേണമെങ്കിൽ എടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ B.dl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡും ലെങ്ത് എലമെൻറ്റും പാരലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? B ഇൻറ്റു ഇൻ്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ വയറാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ബിയും DLും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ലെങ്ത് എലമെൻറ്റും പാരലൽ ആയതുകൊണ്ട് കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? 1 ആണ്.
അപ്പോൾ ബി പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സെഗ്മെൻ്റ് ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ് എത്രയാണ്? എൽ ആണ്. സോ ബി ഡോട്ട് ഡി എല്ലിന് പകരം ഞാൻ എന്ത് എഴുതുന്നു? ബി എൽ എന്ന് എഴുതുന്നു. കാരണം ഇൻ്റഗ്രൽ ഓഫ് ഡി എൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എ ബി, ദാറ്റ് ഈസ് എൽ. ഇനി ഒന്ന് നോക്കിക്കുക മക്കളെ, നിങ്ങൾ ഇൻ്റഗ്രൽ ഓവർ ദിസ് പാത്ത് സി ഡി, അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് സി ഡി ആണ്. ഈ സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കിടക്കുന്നത്? ഔട്ട്സൈഡ് റീജിയനിലാണ് കിടക്കുന്നത്. ഔട്ട്സൈഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് ഈവൻ ദോ ഇറ്റ് ഈസ് പാരലൽ, അത് ഔട്ട്സൈഡ് റീജിയൻ ആയതുകൊണ്ട്, സോളിനോയിഡിന് ഔട്ട്സൈഡ് റീജിയൻ ആയതുകൊണ്ട് ഇവിടെ ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എത്രയാണ്? 0 ആണ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മ്യൂ 0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ് ബൈ ദ സിസ്റ്റം. ഇത് കറണ്ട് ഒന്നും എൻക്ലോസ് ചെയ്യുന്നില്ല. കറണ്ട് എൻക്ലോസ് ചെയ്യുന്ന എവിടെ മാത്രമേ ഉള്ളൂ? ഇൻസൈഡ് റീജിയനിൽ മാത്രമേ കറണ്ട് എൻക്ലോസ് ചെയ്യുന്നുള്ളൂ. സോ ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദിസ് സെഗ്മെൻറ്റ് സി ഡി ഈസ് 0. സോ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ സി ഡിയും എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ അത് പോയില്ലേ? ഇനി ബാക്കി രണ്ടാൾക്കാരെ ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബി സി ആണെങ്കിലും എ ഡി ആണെങ്കിലും ബോത്ത് ആർ പാരലൽ ടു, ബോത്ത് ലെങ്ത് എലമെന്റ് ആർ പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോറി, പാരലൽ അല്ല, തെറ്റിപ്പോയി, പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ഡി ആണെങ്കിലും ബി സി ആണെങ്കിലും രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്കിവിടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആകെ ആര് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ഈ ഒരു എ ബി എന്ന് പറയുന്ന ലെങ്ത് എലമെന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ്. മ്യൂ 0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ കറണ്ട് ഐ ആണ്. പക്ഷേ ഇവിടെ ഇതിനകത്ത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ എഴുതേണ്ടി വരും? മ്യൂ 0 ഇൻറ്റു n ഇൻറ്റു ഐ എന്ന് എഴുതേണ്ടി വരും. ദാറ്റ് മീൻസ് ഫ്രം ദിസ് നമുക്ക് എന്താ എഴുതാം? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സോളിനോയിഡ് ഇൻ ആൻ ഇൻസൈഡ് റീജിയൻ ഈസ് ഈക്വൽ ടു മ്യൂ 0 n ഐ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതേണ്ടി വരും. n ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ് മക്കളെ? ബി ഈക്വൽ ടു മ്യൂ 0 n ബൈ എല്ലിനെ ഞാൻ എന്ത് എഴുതുന്നു? സ്മോൾ ലെറ്റർ n എഴുതുന്നു. സോ ഡ്യൂ ടു ദ സോളിനോയിഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മ്യൂ 0 ni വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഇൻസൈഡ് റീജിയൻ ജസ്റ്റ് ലൈക്ക് ദ ടോറോയിഡ്. യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതാണ് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്, ഇൻസൈഡ് റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉള്ളിൽ കോൺസ്റ്റൻ്റ് ആണ്. ഇൻസൈഡ് റീജിയനിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ് ഫോർ ആൻ ഐഡിയൽ സോളിനോയിഡ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സോളിനോയിഡിൻ്റെ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ അതിലൊരു ചെറിയൊരു സ്പെഷ്യൽ കേസ് നിങ്ങളുടെ NCERT-യിൽ കാണില്ല, കുറച്ചൊരു അഡ്വാൻസ് ലെവലുള്ളതാണ്. ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. ഇവിടെ നമ്മളുടെ കയ്യിലൊരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡിലൂടെ ആസ് യൂഷ്വൽ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. സോ ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ്. നമുക്ക് വേണ്ടത് ഈ രണ്ട് എൻഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിനൊരു സിലിണ്ടറായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. സിലിണ്ടർ പോലെ, അല്ലെങ്കിൽ ഈ സോളിനോയിഡ് നമ്മളൊരു സിലിണ്ടറിനെ പുറത്ത് ചുറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ നമുക്ക് അറിയാമെങ്കിൽ, ഇഫ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് നോൺ, അപ്പോൾ മാത്രം ഈ പോയിന്റിൽ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസൈഡ് പോയിന്റ് ആണെന്ന് വിചാരിച്ചോ, ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് L ആണെങ്കിൽ ഇത് L1 ആണ്, ഇത് L2 ആണ്. ഈ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഡെറിവേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. ഇതിൻ്റെ റേഡിയസ്, ഇപ്പോൾ ഈ സിലിണ്ടറിക്കലായിട്ടുള്ള ഈ അറേഞ്ച്മെൻറ്റിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചാൽ, ഇവിടുന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഈ എൻഡിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ്, അതുപോലെ തന്നെ ഇവിടുന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഈ രണ്ടുപേരുടെ വാല്യൂം എന്ത് തന്നെയാണ്? 6 ആണ്. സോ ദിസ് വിൽ ബി റൂട്ട് ഓഫ് r² പ്ലസ് L2 സ്ക്വയർ. ഇതാണെങ്കിൽ റൂട്ട് ഓഫ് r² പ്ലസ് L1 സ്ക്വയർ ആണ്. ആ രണ്ട് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എൻഡ് കൊണ്ടും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. ആൻഡ് ദിസ് മേക്സ് എൻ ആംഗിൾ ഓഫ് ആൽഫ ആൻഡ് ദിസ് മേക്സ് എൻ ആംഗിൾ ഓഫ് ബീറ്റ ആണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ഈക്വൽ ടു മ്യൂ 0 n I ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ എന്ന് വരും. ഇതാണ് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ജനറൽ ഇക്വേഷൻ. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഇൻസൈഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ചോ. ഒരു ഇൻസൈഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേണം.
അപ്പോൾ ഇൻസൈഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസിലുള്ളൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡും വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ഫൈനൈറ്റ് ആണ്. ലെങ്ത് നമുക്കറിയാം. അപ്പോൾ ഫൈനൈറ്റായി ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഈ ആംഗിൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ലെങ്കിൽ ഇൻസൈഡിലുള്ള ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സപ്പോസ് മക്കളെ ലെങ്ത് വളരെ കൂടുതലാണ് ലെങ്ത് എങ്കിൽ ലെങ്ത് കൂടുന്തോറും ഈ ആംഗിളിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയല്ലേ ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമ്മളത് ഫൈനൈറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് ഇൻഫിനിറ്റ് ആക്കിയ സമയത്ത് ചെയ്ത അപ്രോക്സിമേഷൻ പോലെ തന്നെ ലെങ്ത് കൂടുന്തോറും ഈ ആംഗിളിൻ്റെ വാല്യൂ, അതായത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആൽഫയുടെ വാല്യൂ ആയാലും ബീറ്റയുടെ വാല്യൂ ആയാലും കുറഞ്ഞു വരും. ഫൈനലി ആൽഫ ആൻഡ് ബീറ്റ ഫോർ ആൻ ഇൻഫിനിറ്റ് സോളിനോയിഡ് ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ 0 വന്നിരിക്കും. കാരണം ഇത് ഈ ആംഗിളിൻ്റെ വാല്യൂ നമ്മൾ എൻഡ് ദൂരേക്ക് പോകും തോറും ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ഗ്രാജുവലി കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരും മക്കളെ? നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് അത്. ആംബിയർ സർക്യൂട്ടൽ തിയറം വെച്ച് ഇത് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്നു എന്ന് മാത്രം. ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ കോസ് ആൽഫ ഈസ് 1, കോസ് ബീറ്റ ഈസ് 1, 1 + 1 is 2, 2 and 2 will cancel. സോ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരും? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെ വരും. പല തരത്തിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് വരാം. ഇതൊരു മെത്തേഡാണ് μ0 × Ni. ഇനിയിപ്പോൾ നമുക്ക് ഇതേ കേസ് വെച്ച് തന്നെ ഇതൊരു ഫൈനൈറ്റ് വയറാണ്. ഈ ഫൈനൈറ്റ് വയറിന് ഫൈനൈറ്റിലേക്ക് നമുക്ക് വരാം. നമ്മളിപ്പോൾ ഇൻഫിനിറ്റ് ആണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻഫിനിറ്റ് വയറിൻ്റെ ഒന്നുകിൽ ഈ എൻഡിൽ, അതായത് ഒന്നുകിൽ ഈ എൻഡിൽ അല്ലെങ്കിൽ ഈ എൻഡിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മക്കളെ ഇതിൽ വരയ്ക്കുന്നത്. ഇത് സോളിനോയിഡ് തന്നെയാണെന്ന് വിചാരിക്കുക. അതിൽ ഞാൻ വരച്ചു കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ എൻഡിലോ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഫോർ എ സോളിനോയിഡ് ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സോളിനോയിഡിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരെൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അതൊക്കെ ഈ ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. μ0 Ni/2 എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എനി ഓഫ് ദ സൈഡ്സ് ഈക്വൽ ടു ഇതിനെന്തായാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് അവിടെ തന്നെ എഴുതി വയ്ക്കുകയാണ്. μ0 Ni/2. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ തീരുമാനിക്കുന്നത് ഈ കോസ് ആൽഫയും കോസ് ബീറ്റയാണ്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എൻഡിലെ മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വിചാരിച്ചു മക്കളെ. ഈ എൻഡിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട ആംഗിൾ ഏതാണ്? ഇപ്പുറത്തു നിന്നുള്ള ആംഗിൾ. ഇത് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള സോളിനോയിഡാണ്. അപ്പോൾ അവിടെ നിന്ന് ആംഗിൾ വരച്ച് വരുമ്പോൾ ഈ ബീറ്റയുടെ വാല്യൂ എത്ര വന്നിട്ടുണ്ടാവും? ഈ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എനി ഓഫ് ദ സൈഡ്സ് കണ്ടുപിടിക്കുമ്പോൾ എയ്തർ ആൽഫ ഓർ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരെണ്ണത്തിൻ്റെ വാല്യൂ എന്തായാലും 0 ആയിരിക്കും. അതായത് ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഈ തന്നിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബീറ്റയുടെ വാല്യൂ എത്ര ആയിട്ടുണ്ടാവും? ദൂരേന്ന് വരുന്നതുകൊണ്ട് ബീറ്റയുടെ വാല്യൂ 0 ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ബീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. ആൽഫയുടെ വാല്യൂ ഇപ്പോൾ ഇവിടെ വെച്ച് ബീറ്റയുടെ വാല്യൂ ഈ എൻഡിലാണെന്നുണ്ടെങ്കിൽ ബീറ്റ വാല്യൂ എത്ര വന്നിട്ടുണ്ടാവും? 0 ആവും. കാരണം ഇപ്പോൾ ഈ എൻഡിൽ നിന്ന് ഇൻഫിനിറ്റ് ലെങ്ത്തിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ ബീറ്റ ആംഗിളിൻ്റെ വാല്യൂ ദൂരേന്ന് വരയ്ക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഓൾമോസ്റ്റ് 0 എന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ എൻഡിലെയാണ്. എയ്തർ എന്നൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കൺസിഡറേഷൻ ഈ സൈഡാണ്. ഈ സൈഡിലാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ നമ്മൾ എത്ര എടുത്തു? 0 എന്ന് എടുത്തു. ബീറ്റയുടെ വാല്യൂ 0 എന്ന് എടുത്തു. പക്ഷേ ആൽഫയുടെ വാല്യൂ എത്ര വരും മക്കളെ ഇവിടെ? ഈ സൈഡിൽ നിന്ന് വരയ്ക്കുമ്പോൾ. അപ്പോൾ മക്കളെ ഈ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ബീറ്റ വാല്യൂ 0 ആണ്. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്ത് വരും നോക്കി? ഇവിടെ വെച്ച് നമ്മൾ ആൽഫയുടെ വാല്യൂ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻഡിൽ വെച്ച് നമുക്ക് വേണ്ടത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ വെച്ച് നമ്മൾ ആൽഫയുടെ വാല്യൂ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലാണ് കേട്ടോ നോക്കണത്. അപ്പോൾ ഫ്രം ദിസ് എൻഡ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ആൽഫ ബിക്കംസ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരിക? കോസ് ആൽഫയുടെ വാല്യൂ 1 വരും, കോസ് ബീറ്റയുടെ വാല്യൂ 1 വരും, കോസ് ആൽഫയുടെ വാല്യൂ കോസ് 90 ആണ്. അത് ക്യാൻസലായിട്ട് പോകും. സോ ബാക്കി നിൽക്കുന്ന ആരാണ്? μ0 Ni/2 × 1 മാത്രമാണ്. സോ ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിനോയിഡ് ഓൺ എനി വൺ ഓഫ് ദ സൈഡ്സ് ഇസ് ഈക്വൽ ടു μ0 Ni/2 ആണ്. ഇൻഫിനിറ്റ് സോളിനോയിഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ലെങ്ത് അറിയാത്ത അല്ലെങ്കിൽ വളരെ ലെങ്ത് കൂടുതലുള്ള ഒരു സോളിനോയിഡിൻ്റെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഇത് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ മക്കളെ. ഇതിപ്പോൾ എവിടെയാണ് നിങ്ങൾക്കൊന്ന് വരച്ചു തരാം? ഇതാ ഈ എൻഡിലുള്ള
സോളിനോയിഡിൻ്റെ ഈ എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിലുള്ള ആംഗിൾ ആൽഫയും അപ്പുറത്തെ സൈഡിലുള്ള ആംഗിൾ ബീറ്റയാണ്. ഇത് ലെങ്ത് വളരെ കൂടുതലുള്ള സോളിനോയിഡ് ആയതുകൊണ്ട് ഈ എൻഡിൽ നിന്ന് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്തേക്ക് ആ ആംഗിളിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള വയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള സോളിനോയിഡ് ആയതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിൾ ഓൾമോസ്റ്റ് ഡിക്രീസസ് ടു 0. അപ്പോൾ നമ്മൾ ആംഗിൾ വരയ്ക്കുന്നത് ഇവിടുന്നാണ്, ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നത്. അപ്പോൾ ലെങ്ത് കൂടുന്തോറും ഈ ആംഗിൾ കുറഞ്ഞ് വന്ന് ഓൾമോസ്റ്റ് ഈ ആക്സിസിന് പാരലൽ ആവും. അതാണ് അവിടെ കാര്യം. അതായത് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള സോളിനോയിഡ് ആണെങ്കിൽ ആക്സിസിന് പാരലായിട്ട് വരും. ആക്സിസിന് പാരലാകുമ്പോൾ ആംഗിളിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 0. അതേസമയം ഈ ലൈൻ ഇത് വരയ്ക്കുന്നത് എവിടുന്നാണ്? ഈ ആൽഫ ആംഗിൾ എടുക്കുന്നത് എവിടുന്നാണ്? നമ്മൾ ഈ എൻഡിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക്. അപ്പോൾ ഇതാണ് ആക്സിസ് എങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് ആരായിട്ട് വരിക? ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആയിട്ട് വരിക. സോ ദാറ്റ് ബിക്കംസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തുള്ള ഇതാണ് ആൽഫയുടെ വാല്യൂ. ദാറ്റ് ആൽഫ വിൽ ഓൾസോ ബി 90 ഡിഗ്രി. അങ്ങനെയാണ് സെക്കൻഡ് ടൈം ക്യാൻസൽ ആയിട്ട് പോകുന്നത്. അല്ല, ഫസ്റ്റ് ടൈം കോസ് ആൽഫയുടെ ടൈം ക്യാൻസൽ ആയിട്ട് പോകും. കോസ് ബീറ്റയുടെ വാല്യൂ 1 ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എനി വൺ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സോളിനോയിഡ് ഇസ് ഈക്വൽ ടു μ0 ni/2, അല്ലെങ്കിൽ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് നേരെ പകുതി. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ വരുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറാണെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ രണ്ട് എൻഡുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. രണ്ട് എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നോക്കിക്കോളൂ, നമുക്ക് സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്. സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വാട്ട് വി ക്യാൻ ഡു, ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഫൈനൈറ്റ് ആണ്, ആ കാര്യം ഓർമ്മ വേണം എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ആംഗിളിൻ്റെ വാല്യൂ എത്ര വന്നു? ആൽഫയുടെ വാല്യൂ ആസ് യൂഷ്വൽ 90 ഡിഗ്രി വന്നു. അത് നോക്കേണ്ട കാര്യമില്ല. ബീറ്റയുടെ വാല്യൂ എന്താ? ഇതൊരിക്കലും 0 അല്ല, കാരണം ലെങ്ത് ഫൈനൈറ്റ് ആണ്. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിട്ട് വരും? ബി ഈക്വൽ ടു μ0 ni/2 ഇൻറ്റു കോസ് ബീറ്റ എന്ന് വരും. അവിടെ ഒരൊറ്റ ടൈമേ ഉണ്ടാവുള്ളൂ, കാരണം ഇപ്പുറത്തെ ടൈം ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള വാരിയേഷൻ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതവിടെ ഈ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇത് നമുക്ക് y ആക്സിസ് ആയിട്ടും ഇത് x ആക്സിസ് ആയിട്ടും വിചാരിക്കാം. x ആക്സിസിൽ നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസും y ആക്സിസിൽ വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ സോളിനോയിഡിൻ്റെ കേസാണ്. ഐഡിയൽ സോളിനോയിഡ് ആണെങ്കിൽ മക്കളെ എങ്ങനെയാണ്? അതിൻ്റെ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം എത്രയാണ്? ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ സോളിനോയിഡ് ആണെങ്കിൽ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് എത്രയാണ് വരുന്നത്? വാല്യൂ ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് μ0 ni ആയിരിക്കും ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ട് എൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് μ0 ni/2 അല്ലേ? ഈ രണ്ട് വാല്യൂസ് നമുക്ക് മതി. പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ സോളിനോയിഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അലോങ് ദ എക്സ് ആക്സിസ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഞാൻ വരയ്ക്കുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് ഇൻസൈഡ് റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ത്രൂ ഔട്ട് ദ ഇൻസൈഡ് റീജിയൻ മാഗ്നറ്റിക് ഫീൽഡ് റിമൈൻസ് ആസ് μ0 ni. ഇത് അവിടുന്ന് പുറത്തേക്ക് വരുന്തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വന്ന് രണ്ട് എൻഡിലെത്തിക്കഴിഞ്ഞാൽ ദ വാല്യൂ ഡിക്രീസസ് ടു μ0 ni. പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് 0 ആവുകയല്ല ചെയ്യുക, ഗ്രാജുവലി അത് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തും ഇതുപോലെ തന്നെ ഡിക്രീസ് ചെയ്ത് റെഡ്യൂസസ് ടു 0. അതൊന്ന് നിങ്ങൾ നോട്ടിൽ വരയ്ക്കുമ്പോൾ ഭംഗിയായിട്ട് വരച്ച മക്കളെ, ഞാൻ വരച്ച ഇത്രയൊക്കെ വൃത്തിയേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് സോളിനോയിഡിൻ്റെ ലെങ്ത്ത്. ഇത് ലെങ്ത്ത് L1 ആണ്, ഇത് ലെങ്ത്ത് L2 ആണ്. ദെൻ L1 പ്ലസ് L2 എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്. ഇതൊരു ഐഡിയൽ സോളിനോയിഡ് ആണെങ്കിൽ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻറ്റ് μ0 ni ആണ്. രണ്ട് എൻഡുകളിലെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് μ0 ni/2 ആണ്. ഇതൊരു എക്സ്ട്രീം, ഇത് അടുത്ത എക്സ്ട്രീം. അവിടുന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ടു 0. സഡൻ റെഡ്യൂസ് അല്ല, ഗ്രാജുവലി എക്സ്പോണൻഷ്യലി റെഡ്യൂസസ് ടു 0.
ഇനി നമുക്ക് ഒരു റിയൽ സോളിനോയിഡ്, നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിയൽ സോളിനോയിഡ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇത്രയ്ക്കൊന്നും ഷാർപ്പായിട്ടുള്ള ഒരു ഗ്രാഫ് ഒന്നും നമുക്ക് കിട്ടില്ല. ദർ യു വിൽ ബി ഗെറ്റിംഗ് ഒരു സൈൻ വേവ് പോലെ, സൈൻ വേവ് എന്ന് പറയാൻ പറ്റില്ല, യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. വേണ്ട, ഇത് കുറച്ചും കൂടെ വൃത്തിയാക്കാം നമുക്ക്. ഇതിനെ ഇങ്ങനെ കിട്ടും. ഇത് കുറേ കൂടെ ഭേദം തോന്നണം അല്ലേ? അപ്പോൾ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റീജിയനിൽ മാത്രമേ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റൂ, സെൻറ്ററിൽ മാത്രമേ നമുക്കത് μ0 Ni ആയിട്ട് കാണാൻ പറ്റൂ. സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് വരും തോറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് ഫീൽഡ് റെഡ്യൂസസ് ടു 0. ഇവിടെയും എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആണ്, വൈ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതിയാണ്, L2 എന്ന് പറഞ്ഞാലും ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതിയാണ്. ഈ എടുത്തിരിക്കുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ് ആണ്. ഇതാണ് പൊതുവേ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുള്ളത്, പക്ഷേ ഇത് നമുക്ക് ആവശ്യമാണ്. ഇത് ഐഡിയൽ ആയിട്ടുള്ള സോളിനോയിഡ്. ഇത് നോർമൽ കേസുകളിൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസിൽ നമ്മൾ കാണുന്ന പ്രാക്ടിക്കൽ യൂസേജിന് ഉപയോഗിക്കുന്ന സോളിനോയിഡുകളിൽ ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടില്ല, നമുക്കതൊരു കർവായിട്ടേ കിട്ടുള്ളൂ. സെൻറ്ററിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം. സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് അകന്നു പോകുന്നതോറും ഇറ്റ് റെഡ്യൂസസ് ആൻഡ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് റെഡ്യൂസസ് ടു 0. ഇന്ന് നമ്മുടെ ക്ലാസ് ഡീൽ ചെയ്തത് ഈ പറഞ്ഞ സോളിനോയിഡ് ടോറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോളിനോയിഡ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് തിയറി ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് അബൌട്ട് സൈക്ലോട്രോൺ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. അതിനെപ്പറ്റി അത് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളൂ. ദാറ്റ് വി വിൽ ഡിസ്കസ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.